പാഠം 403. ഒരു വലിയ പരിസ്ഥിതി ചിന്ത. നല്ല ശീലങ്ങളൊക്കെ പഠിച്ചു. നീ എന്താ ചെയ്യുന്നേ? ഈ ചെടിയിലെല്ലാം പുഴുവിന്റെ ശല്യാണ് മോഹനേട്ടാ. ഇത്തിരി കീടനാശിനി തളിച്ചില്ലെങ്കിലും ഒക്കെ അങ്ങ് പോവും. മോഹനേഷിന്റെ വീട്ടിലെ ചെടിക്ക് കീടനാശിനിയോ? നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഭാമേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? വെറുതെ ഈ ചെടികളൊക്കെ നശിച്ചു പോകുന്ന ഞാനിങ്ങനെ നോക്കിയിരിക്കണമായിരുന്നു. ഭാമേ, ഈ കീടനാശിനികൾ ഉഗ്ര വിഷമുള്ള രാസവസ്തുക്കളാണ്. ഇത് ചെടിയിൽ തളിച്ചാൽ കീടങ്ങൾ നശിക്കുമായിരിക്കും, പക്ഷേ ഈ അന്തരീക്ഷം മുഴുവൻ മലിനമാകും. കാണാൻ ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഈ ചെടിയിലേക്ക് കീടനാശിനി ഒഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഈ വിഷത്തേക്കാൾ നല്ല പുഴുക്കൾ തന്നെയാ. എന്റെ മോഹനേട്ടാ, ഈ പ്രകൃതി സ്നേഹം വേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഈ ചെടിയിലെ പുഴുക്കളെ കൊല്ലാൻ കീടനാശിനി അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. നീ തളിക്കുന്ന ഈ കീടനാശിനി ചെടിയിലെ പുഴുക്കളെ കൊല്ലുന്നുണ്ടാവും, പക്ഷെ അതേ സമയം ഇതിലുണ്ടാകുന്ന പൂക്കളെ വിഷത്തിൽ മുക്കുകയും ചെയ്യുന്നുണ്ട്. നീ അത് തളിക്കുമ്പോ അന്തരീക്ഷത്തിലേക്ക് പരക്കുന്ന കീടനാശിനി എത്രയോ ജീവജാലങ്ങൾക്ക് ദോഷമായി ഭവിക്കുന്നുണ്ടെന്നറിയാമോ? എന്തിന് നമ്മൾ പോലും ഈ കീടനാശിനി പരന്ന വായുവാണ് ശ്വസിച്ച് കയറ്റുന്നത്. അത്രയ്ക്കങ്ങ് പേടിയുണ്ടെങ്കിലേ ഒരു തുണിയെടുത്ത് മുഖം മൂടി മോഹനേട്ടങ്ങ് നടന്നാ മതി. അന്തരീക്ഷം മാത്രമല്ലല്ലോ, മഴ പെയ്യുമ്പോൾ നീ തളിച്ച കീടനാശിനി മഴവെള്ളത്തിൽ കലർന്ന് പുറത്തേക്ക് ഒഴുകും. ആ ജലം മണ്ണിലേക്ക് താഴ്ന്ന് നമ്മുടെ കിണറ്റിലെ വെള്ളത്തിലേക്ക് ചേരുകയും ചെയ്യും. അപ്പൊ ശ്വസിക്കുന്നതും കീടനാശിനി, കുടിക്കുന്നതും കീടനാശിനി എന്ന അവസ്ഥയാവും. അതുകൊണ്ട് കെ മോഹനേഷൻ താമസിക്കുന്ന പരിസരത്ത് കീടനാശിനി ഉപയോഗിക്കാൻ പറ്റില്ല. തർക്കിക്കാൻ വേറെ ഒരു കാരണവും കാണാനിട്ട് മോഹനേട്ടൻ ഇറങ്ങി പുറപ്പെട്ടതായിരിക്കും. എന്തായാലും ഞാൻ ഇതെല്ലാം ഈ ചെടിയിൽ തളിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. മോഹനേട്ടൻ വേഗം ഓഫീസ് റെഡിയാക്കി നോക്കി. അത് പറ്റില്ലല്ലോ, അത് പറ്റില്ല. കെമിസ്ട്രിയിൽ 1ാം ക്ലാസ്സിൽ ബിരുദമെടുത്ത് ഞാൻ കീടനാശിനിയെ പറ്റി പറയുമ്പോ അങ്ങനെ പുച്ഛിച്ചാൽ എങ്ങനെയാ? ഇത് ഞാൻ സമ്മതിക്കില്ല. കളയാൻ പോകുന്നു. എങ്ങനെ കളയും? മണ്ണിൽ വീണാൽ മഴ പെയ്യുമ്പോൾ മണ്ണിൽ താണ് ഈ കീടനാശിനി എല്ലാം കിണറ്റിലെത്തില്ലേ? കൊള്ളാം. സ്വന്തം പുരയിടത്തിൽ കീടനാശിനി ഇല്ലാതിരുന്നാ മതി. മറ്റുള്ളവരുടെ പുരയിടത്തിലോ കിണറ്റിലോ കൊണ്ടുപോയി ഒഴിക്കാം. ഒരു രക്ഷയില്ല മോഹനേട്ടാ. എന്തായാലും ഞാനിത് കലക്കി. ഇനിയിപ്പോ അത് ഈ ചെടിക്കൊക്കെ അങ്ങ് ഒഴിക്കുന്ന നല്ലത്. ആരോ വിളിക്കുന്നുണ്ട്, പോയി ഫോൺ എടുക്ക. ഇതാ ചെല്ല്. ഹലോ, അതെ മോഹനേഷനാണ്. ആഹാ, നമസ്കാരം സാർ. ഒരുപാട് നാളായല്ലേ വിളിച്ചിട്ട്. അങ്ങനെ പോകുന്നു. പറഞ്ഞോളൂ. അടുത്ത ഞായറാഴ്ച ആനന്ദാ ഉറപ്പായിട്ടും വരും. സമൂഹത്തിന് ഗുണമുള്ളൊരു കാര്യത്തിനല്ലേ. അത്തരം കാര്യങ്ങൾക്ക് മോഹനേഷൻ വരാതിരിക്കുവോ? എത്ര മണിക്കാ സാർ? 4 മണിക്ക്. ശരി. മോഹനേഷനെ വല്ല ഭാമയ്ക്കറിയില്ലെങ്കിലും വിവരമുള്ളവർക്കറിയാം. ഭാമേ, എന്താ മോനേട്ടാ? നീ ഈ പാത്രം എടുക്കുന്നതിന് മുമ്പ് കൈ കഴുകിയായിരുന്നോ? കഴുകി. സോപ്പിട്ട് കഴുകിയോ? അതെന്തിനാണ്? നീ ഈ കൈ കൊണ്ടല്ലേ ആ കീടനാശിനി എടുത്തത്. അപ്പോ അതിന്റെ അംശം നിന്റെ കൈകൾ ഉണ്ടാവില്ലേ? നിന്റെ കൈകളിൽ നിന്ന് അത് ഈ പാത്രത്തിലേക്ക് പകരില്ലേ? അപ്പോ ഈ പാത്രത്തിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ അവസ്ഥ എന്താവും? മോഹനേട്ടാ, ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയാലോ? പേടിക്കാൻ പിന്നെ ഭാമേ, നിന്റെ ഉത്തരവാദിത്വമില്ലായ്മ കൊണ്ട് എന്റെ ആരോഗ്യമാണ് നശിക്കുന്നത്. കഴിഞ്ഞ 4 കൊല്ലമായി ഞാൻ വെച്ചുണ്ടാക്കി തരുന്നതല്ലേ മോഹനേട്ടൻ കഴിക്കുന്നത്. എന്നിട്ട് ഈ ആരോഗ്യത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഒരു ആരോഗ്യ ശാസ്ത്രക്കാരൻ വന്നിരിക്കുന്നു.
ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ അങ്ങ് പോയാലോ? എന്താണ്? ഇപ്പൊ എനിക്ക് വന്ന ഈ ഫോൺ ആരുടേതായിരുന്നു അറിയാമോ? അറിയില്ല. ഗവൺമെന്റ് കോളേജിലെ പ്രൊഫസർ ജനാർദ്ദനൻ സാർ. എന്തിനാണ് വിളിച്ചത് എന്നറിയാമോ? അറിയില്ല. അടുത്ത ഞായറാഴ്ച ഞാൻ തിരക്കിലാണോ എന്നറിയാം. ഇതൊക്കെയാണ് പ്രൊഫസർ ജനാർദ്ദന്റെ ജോലി? അല്ല, ഓരോരുത്തരും വിളിച്ച് ഞായറാഴ്ച തിരക്കാണോ എന്ന് ചോദിക്കുന്നതാണോ പ്രൊഫസർ ജനാർദ്ദന്റെ ജോലി എന്ന്? ജനാർദ്ദനൻ സാറ് എന്നോട് തിരക്കാണോ എന്ന് ചോദിച്ചത് വെറുതെ അല്ല. അടുത്ത ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് കോളേജ് അങ്കണത്തിൽ വെച്ച് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ഒരു സെമിനാർ നടത്തുന്നുണ്ട്. ഞാൻ അതിൽ പ്രസംഗിക്കുമോ എന്നറിയാനാണ് സാറ് വിളിച്ചത്. എന്തുകൊണ്ടാണ് സാറ് എന്നെ വിളിച്ചത് എന്നറിയാമോ? വേറെ ആരും കിട്ടിക്കാണില്ലായിരിക്കും. വേറെ ആരെയും കിട്ടാത്തോണ്ടല്ല, പരിസ്ഥിതി സംരക്ഷണത്തിൽ എന്റെ അത്ര പ്രാധാന്യം കൊടുക്കുന്ന ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ വേറെ ഇല്ലാത്തതുകൊണ്ട്. ഈ വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ അത്ര ഉയർന്ന ഉദ്യോഗസ്ഥനാണോ? ഒരു യോഡി ക്ലർക്ക് അത്രയല്ലേ ഉള്ളൂ? അത് നിനക്ക്. ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ വിപുലമായ അധികാരങ്ങളുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. ഞാൻ വില്ലേജ് ഓഫീസർ ആയതിനു ശേഷം ഈ വില്ലേജിൽ ഒരു തുണ്ട് വയല് പോലും മണ്ണിട്ട് നികത്തിയിട്ടില്ല. നികത്താൻ ഞാൻ സമ്മതിച്ചിട്ടുമില്ല. അതൊരു ചെറിയ കാര്യമാണോ? ഒരിക്കലല്ല മോനേട്ടാ. അഗാധമായ പരിസ്ഥിതി സ്നേഹമുള്ള ഒരു വില്ലേജ് ഓഫീസർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റൂ. വയൽ നികത്താൻ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, വ്യക്തി ജീവിതത്തിൽ ഞാൻ സൂക്ഷിക്കുന്ന പരിസ്ഥിതി സ്നേഹത്തെ പറ്റിയും ജനാർദ്ദനൻ സാറിന് നന്നായിട്ടറിയാം. ഉദാഹരണത്തിന്, എനിക്ക് സ്വന്തമായിട്ട് ഒരു വാഹനമില്ല. എന്തെങ്കിലും നിവർത്തിയുണ്ടെങ്കിൽ വാഹനത്തിൽ കയറാറുമില്ല. എന്തുകൊണ്ടാണ്? വാഹനങ്ങൾ ഓടുമ്പോൾ പെട്രോളും ഡീസലും കത്തി പുറത്തേക്ക് വരുന്ന കാർബൺ മോണോക്സൈഡ്. ബാക്കിയുള്ളതൊക്കെ എനിക്കറിയാം. ഇനിയും മോഹനേട്ടൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാർബൺ മോണോക്സൈഡിനെ എന്നല്ല കാർബണിൽ തന്നെ പുറത്തു പോകും. വേറെയുമുണ്ട് കാര്യങ്ങൾ. ഈ വീട്ടിൽ AC ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? വില്ലേജ് ഓഫീസറുടെ വിശക്കുണ്ട്. അത് നീയും ബുദ്ധിയില്ലാത്ത ചില നാട്ടുകാരും പറയും. സത്യത്തിൽ ഞാൻ AC വാങ്ങാത്തത് AC-യിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാതകമുണ്ടാക്കുന്ന അന്തരീക്ഷ മലിനീകരണത്തെ പറ്റി അറിയാവുന്നത് കൊണ്ടാണ്. ഈ ഓസോൺ പാളി എന്ന് നീ കണ്ടിട്ടുണ്ടോ? പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം മോഹനേട്ടൻ ചായ എന്ന് പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് ഈ ഓസോൺ പാളി എന്നതാണ്. എനിക്കിപ്പോ ഈ ഓസോൺ പാളിയായിട്ട് നല്ല പരിചയം. വേറെയുമുണ്ട് കാര്യങ്ങൾ. വില്ലേജ് ഓഫീസിന്റെ കോമ്പൗണ്ടിൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചതാരാ? ഞാൻ. വില്ലേജ് ഓഫീസിലെ ജോലിക്കാരോടും അവിടെ വരുന്നവരോടും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുത്തതും ഞാനാ. അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കൽ കൂടി ഇപ്പോൾ കാർബൺ മോണോക്സൈഡിനെ പേടിച്ച് ആരും കരമടയ്ക്കാൻ കൂടെ വരുന്നില്ലെന്നാണ് കഴിഞ്ഞ ദിവസം ശിശുപാലയോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിശുപാലം വിവരം അറിയും. അയ്യോ, പ്രൊഫസർ ജനാർദ്ദന സാറിനെ പോലെ വിവരമുള്ളവർക്ക് മോഹനകൃഷ്ണൻ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി ചെയ്യുന്ന സത്കർമ്മങ്ങളെ കുറിച്ച് അറിയാവുന്നത് കൊണ്ടാണ് സെമിനാറിൽ പ്രസംഗിക്കാൻ മോഹനകൃഷ്ണൻ വിളിച്ചത്. സാറേ, ഉത്തമന, ഈ ഉത്തമനെ പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തിനെ കുറിച്ച് തീരെ അറിഞ്ഞൂടാ. ഇനി കുറച്ചേരം ഉത്തമന് ക്ലാസ് എടുക്ക. എനിക്ക് കുറച്ച് പണി കൂടെ ബാക്കിയുണ്ട്. ചെല്ല്. രക്ഷപ്പെട്ടു. നമസ്കാരമുണ്ട് സാറേ. സാറേ, ഞാൻ ആ രവീന്ദ്രന്റെ കാര്യം ഒന്നുകൂടൊന്ന് പറഞ്ഞു നോക്കാനാണ് വന്നത്. രവീന്ദ്രന്റെ കാര്യം ഒന്നുകൂടിയല്ല, ഒരു 100 പ്രാവശ്യം കൂടി പറഞ്ഞാലും കാര്യമില്ല. അത് നടക്കില്ല. സാറേ, അങ്ങനെ പറയില്ലേ സാറേ. ഈ രവീന്ദ്രൻ ഒരു അബദ്ധം പറ്റിയതാണ്. സാറ് സഹായിച്ചാലേ രക്ഷ ഉള്ളൂ. ഞാൻ സഹായിക്കില്ല. അയ്യോ ഉത്തമ, കുറച്ചു മുമ്പ് ഗവൺമെന്റ് കോളേജിലെ പ്രൊഫസർ ജനാർദ്ദനൻ സാർ എന്നെ വിളിച്ചു. എന്തിനാണ്? കോളേജിലെ കരയടയ്ക്കാനായിരിക്കും. അല്ല, അടുത്ത ഞായറാഴ്ച കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഒരു പരിസ്ഥിതി സെമിനാറിൽ പ്രസംഗിക്കാൻ. ഞാൻ വില്ലേജ് ഓഫീസർ ആയതിനു ശേഷം ഈ വില്ലേജിൽ പാടം നികത്താൻ അനുവദിച്ചിട്ടില്ല എന്ന കാരണത്താലാണ് എന്നെ വിളിച്ചത്. അങ്ങനെയുള്ളപ്പോൾ പാടം നികത്തിയ ഭൂമി BTR-ൽ കരഭൂമിയാണെന്ന് രേഖപ്പെടുത്തണമെന്ന് രവീന്ദ്രൻ പറയുമ്പോ ഞാൻ എങ്ങനെ സഹായിക്കും? അവളിങ്ങ് വരട്ടെ. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ഞാൻ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളോട് കേൾക്കട്ടെ. സാറേ, ഈ പാടം മണ്ണിട്ട് നികത്തി എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷെ അത് ചെയ്തത് രവീന്ദ്രനല്ലല്ലോ. വേറെ ആരെങ്കിലും ചെയ്ത തെറ്റിന് രവീന്ദ്രനെ ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ സാറേ?
ഉത്തമ, ആ. ഭൂമി വാങ്ങുന്നതിന് മുമ്പ് വില്ലേജ് ഓഫീസിൽ വന്ന് BTR രജിസ്റ്റർ നോക്കാനുള്ള ബുദ്ധി രവീന്ദ്രൻ കാണിക്കണമായിരുന്നു. എവിടെയെങ്കിലും ഒരു വസ്തു വിൽക്കാനുണ്ടെന്ന് കേൾക്കുന്ന പാടെ ഓടിച്ചെന്ന് ഭൂമി വാങ്ങുകയല്ല വേണ്ടത്. വില്ലേജ് ഓഫീസിലും സബ് രജിസ്ട്രാർ ഓഫീസിലും പോയി അന്വേഷിക്കണം. അല്ല അത് എന്തിനാ വിളിച്ചേ? ടൗണിൽ ചെരുപ്പ് കട നടത്തുന്ന രവീന്ദ്രനെ നിനക്കറിയാമോ? അറിയാം. രവീന്ദ്രൻ 2 കൊല്ലം മുമ്പ് 30 സെന്റ് ഭൂമി വാങ്ങി. മണ്ണിട്ട് നികത്തിയ വയലായിരുന്നു അത്. മണ്ണിട്ട് നികത്തിയിട്ട് 6-7 കൊല്ലമായില്ലേ? പക്ഷെ BT രജിസ്റ്ററിൽ ഇപ്പോഴും അത് വയലാണ്. ഭൂമി വാങ്ങി ആധാരം രജിസ്റ്റർ ചെയ്ത് പോക്കുവരവ് ചെയ്ത് കരവും അടച്ചതോടെ രവീന്ദ്രൻ കരുതി 30 സെന്റ് കരഭൂമി സ്വന്തമായി കിട്ടിയെന്ന്. ഇപ്പോ വലിയ ലാഭത്തിന് മറിച്ചു വിൽക്കാൻ നോക്കിയപ്പോഴാണ് പ്രശ്നം മനസ്സിലായത്. വാങ്ങാൻ വന്നവർ വില്ലേജ് ഓഫീസർ അന്വേഷിച്ചു. അപ്പോ വസ്തു ഇപ്പോഴും എന്താണ്? വയലാണ്. അതിൽ കെട്ടിടം പണിയാനോ മറ്റു പരിപാടികളോ നടക്കില്ല. ഇപ്പൊ എന്താണ് പ്രശ്നം? വക്കീലെ, ഞാൻ പറയാം. BT രജിസ്റ്ററിൽ വയല് കരഭൂമിയായിട്ട് തിരുത്തണമെന്നുണ്ടെങ്കിൽ ജില്ലാ കളക്ടർ വേണം. പക്ഷേ കളക്ടർക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു അനുകൂല റിപ്പോർട്ട് ഉണ്ടായാലേ പറ്റൂ. സാർ ഒന്ന് വിചാരിച്ചാൽ രവീന്ദ്രൻ രക്ഷപ്പെടും. വിചാരിക്കില്ല. സാറേ, ഇങ്ങനെ മണ്ണിട്ട് നികത്തിയത് രവീന്ദ്രൻ അല്ലല്ലോ. രവീന്ദ്രനോ കേശവനോ നാരായണനോ ആരായാലും അത് എന്റെ പ്രശ്നമല്ല. എന്റെ പ്രശ്നം വയല് നികത്തി എന്നുള്ളതാണ്. ഞാൻ അത് സമ്മതിക്കില്ല. ഉത്തമ, ഈ ഭൂമി ഇങ്ങനെ കുന്നും മലയും കുഴിയും പുഴയും ഒക്കെ ആയി സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ കിടക്കാനാണ്. അല്ലാതെ കുന്നുകൾ ഇടിച്ചു നിരത്തുകയും കുഴികൾ മൂടുകയും ചെയ്താൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തെറ്റിപ്പോവും. കുറെ കാലം കഴിയുമ്പോ ഭൂമി മൊത്തം ഒറ്റ നിരപ്പിൽ ഇങ്ങനെ പരന്നു കിടക്കും. കുഴികളും പാടങ്ങളും ഇല്ലെങ്കിൽ വെള്ളം എവിടെ സംഭരിക്കും? കുന്നും മലയും ഇല്ലെങ്കിൽ എങ്ങനെ മഴ ഉണ്ടാവും? മരുഭൂമിയായി പോവും. എന്റെ പൊന്നേ, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. സാറിന് ഇപ്പൊ പറ്റുമെങ്കിൽ ഒന്ന് സഹായിക്കണം. സഹായിക്കില്ല. ഉത്തമ, നമ്മൾ മനുഷ്യർക്ക് ഒരു ധാരണയുണ്ട്. നമ്മൾ വിചാരിച്ചാൽ എന്തും നടക്കുമെന്ന്. അത് ശരിയല്ല. പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വിധേയമായിട്ടേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. ഭൂമിയിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നത് എങ്ങനെയെന്ന് പ്രകൃതി തന്നെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അതില്ലാതാക്കിയാൽ ഈ ഭൂമി തന്നെ ഇല്ലാതായി പോവും. അതുകൊണ്ട് രവീന്ദ്രന്റെ കാര്യം നടക്കില്ല എന്ന് പറഞ്ഞേക്ക്. ഇപ്പൊ നിനക്ക് മനസ്സിലായോ ജനാർദ്ദനൻ സാറ് എന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന് വിളിച്ചത് എന്തിനാണ് എന്ന്? ശരി. വക്കീലൊന്ന് പറഞ്ഞാലാ നന്നായിരിക്കും. കീടനാശിനി ഉപയോഗിച്ചെന്ന് പറഞ്ഞ് എനിക്ക് ഒരു ക്ലാസ് എടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ. ഇനി ഉത്തമന്റെ വാക്ക് കേട്ട് വീണ്ടും ഞാൻ പോയി തലവെച്ച് കൊടുക്കണം. അതിലും ഭേദം കേരള എക്സ്പ്രസ് വരുമ്പോ റെയിൽ പാളത്തിൽ കയറി തലവെച്ച് കൊടുക്കുന്നത്. സോറി. സ്വന്തം വയലിൽ ഒരിത്തിരി മണ്ണിടണമെന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസറുടെ അനുവാദം വേണമെന്ന് വെച്ചാ ഈ നിയമം ഉണ്ടാക്കിയവൻ വേണം തല്ലാൻ. അല്ല, ഭൂമി ഇങ്ങനെ ഒറ്റ നിരപ്പിലിരുന്നാൽ ഇവിടെ ആർക്കാണ് പ്രശ്നം? കുറെ നിയമങ്ങള്. എന്റെ മോഹനേട്ടനെ എന്തായാലും സമ്മതിക്കണം. എന്തു വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കണേ. നീ ഇത് കളിയാക്കി പറയുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ ഒരു മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങളാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ ഫയൽ എവിടെ? ഇതല്ല, ഒരു പച്ച കളറുള്ള ഫയൽ. ഇന്നലെ രാത്രി എഴുതി തീർത്ത് ഞാൻ ഇവിടെ വെച്ചതാ. ആ ഫയൽ എഴുതി തീർത്ത് ഇവിടെ അല്ല വെച്ചത്. കളക്ടർക്ക് കൊടുക്കാനുള്ള റിപ്പോർട്ടാണ്. ഡിപ്പാർട്ട്മെന്റ് രഹസ്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എടുത്ത് വായിക്കാതിരിക്കാൻ അകത്തെ അലമാരയിൽ വെച്ച് പൂട്ടി. മറന്നുപോയോ സാറ്? നീ പോയി എടുത്തുണ്ടോ? കുറച്ച് എഴുതി തീർക്കാനുണ്ട്. അൽമാരയിൽ നിന്ന് എടുത്തോണ്ട് വരുന്ന വഴിക്ക് ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് രഹസ്യം ചോരില്ലേ? പിന്നെ എന്താ ഉണ്ടായിക്കൂടാത്തത്? റവന്യൂ വകുപ്പ് തന്നെ കത്തിപ്പോയല്ലോ. താക്കോൽ അൽമാരയുടെ മുകളിലുണ്ട്. അഹങ്കാരി, എന്ത് പറഞ്ഞാലും ധിക്കാരം. ഇതെവിടെ?
ഫയൽ. ഭാമേ, ഈ റിപ്പോർട്ടിന്റെ പ്രാധാന്യം എന്താണെന്ന് എനിക്കറിയാമോ? നാളെ ഞാനിത് കളക്ടറേറ്റിൽ എന്താ ഇത്? എലി കരണ്ടാന്ന് തോന്നുന്നു മോനെ. എങ്ങനെ അലമാരക്കകത്തിരുന്ന ഫയൽ എങ്ങനെ എലി കരളും? എലി അലമാരക്കകത്ത് കയറി കാണും. എനക്കെന്തത് കുട്ടികളെയാ? മോഹനേട്ട എന്നോട് ഇത്ര ദേഷ്യപ്പെട്ട വല്ല കാര്യമുണ്ടോ? ഞാനിതൊന്നും ചെയ്യുന്നില്ലല്ലോ. എന്ന് പറഞ്ഞാ മതിയോ? മതി. കഴിഞ്ഞ ആഴ്ച മലയാളത്തിൽ ഞാൻ മോഹനേട്ടനോട് പറഞ്ഞതാണ് തട്ടുംപുറത്ത് അത്ര എലിയാണെന്ന്. അപ്പൊ മോഹനേട്ടൻ പറഞ്ഞെന്താണ്? ഇവിടെ എലി ഒരു ജീവിയാണ്. ഭൂമിയിൽ എലിയെ സൃഷ്ടിച്ചിരിക്കുന്നതിലും ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എലി നമുക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ നമ്മൾ നോക്കണമെന്ന്. ഓർമ്മയുണ്ടോ? അടുക്കളയിൽ ഇരുന്ന പഞ്ചസാര പാത്രം മറിച്ചിട്ട് ആ പഞ്ചസാര അത്രയും തറയിൽ തൂവി പോയപ്പോഴാണ് ഞാൻ എലിയെ കുറ്റം പറഞ്ഞത്. പക്ഷെ അപ്പോൾ മോഹനേട്ടന്റെ കണ്ണിൽ എലി നിരപരാധിയും ഞാൻ ശ്രദ്ധയില്ലാത്തവളുമായിരുന്നു. എന്നിട്ട് ഇപ്പോഴെന്തായി? ഇതിപ്പോ ദൈവമായിട്ട് തന്നതാ. എലിയുടെ കൂടെ കൂടിയതിനുള്ള ശിക്ഷ. ഇനി ഏതൊക്കെ ഫയൽ എലിക്കാരണ്ട് ഞാൻ ഇരിക്കുന്നു. ഒടുവിൽ ഒരു ദിവസം മോഹനേട്ടന്റെ ഈ മീശ കൂടി എലി കൊണ്ടുപോകും. നോക്കൂ. എന്റെ ഒരു ദിവസം അധ്വാനാ പോയത്. എലിയെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. ചെടിയിലിരുന്ന പുഴുവിനെ ഒഴിവാക്കാൻ ഒരു ഇത്തിരി കീടനാശിനി തളിച്ചതിന് മോഹനേട്ടൻ എന്നെ എന്തൊക്കെ പറഞ്ഞു. പുഴുവിനെ പോലെയാണോ എലി? എലിയെ കൊല്ലാനേ പാടില്ല. അല്ല, അല്ലെങ്കിൽ തന്നെ എലിയെ എങ്ങനെ കൊല്ലും? എലിവിഷം കീടനാശിനിയെക്കാട്ടിലെ ശക്തിയുള്ള രാസപദാർത്ഥമാണ്. അത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ പാടെ തെറ്റിക്കും. എലിക്കണി വെക്കാന്ന് വെച്ചാലും പ്രശ്നമാണ് മോഹനേട്ടാ. ഈ കെണിയിൽപ്പെട്ട എലിയെ ആര് കൊല്ലും? എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ ഒരുപോലെ അവകാശമുണ്ട് എന്ന് പറയുന്ന ഒരു ഗാന്ധിയൻ ഒരു എലിയെ കൊല്ലുക എന്നൊക്കെ വെച്ചാൽ പിള്ളേ ഓഫീസറേ, വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. ജീവിതത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ കുറച്ച് പാടാണ്. എന്നാലും എന്റെ റിപ്പോർട്ട് ഇന്ന് രാത്രി മുഴുവൻ എഴുതിയാലേ നാളെ ഇത് കളക്ടറേറ്റിൽ എത്തിക്കാൻ പറ്റൂ. എലി. ഹലോ, അത് സത്യഭാമയാണ്. ഇല്ല, മോഹനേട്ടൻ എത്തിയിട്ടില്ല. സാധാരണ 5:15 വരുന്നതാണ്. ഇന്നെന്താ താമസിക്കുന്നെന്ന് അറിയില്ല. ആ ശരി, വന്നു കഴിഞ്ഞാൽ വിളിക്കാൻ പറയാം. വക്കീലേ. ഓ ആഹാ, ഉത്തമൻ എത്തിയോ? ആ നമസ്കാരം വക്കീലേ. ഇന്ന് കോടതി പോയില്ലേ? ഓ ഇല്ല ഉത്തമ, കോടതിയില് ഇന്ന് ഹാജരാവേണ്ട കേസൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഓഫീസിലും പോകണ്ടെന്ന് വെച്ചു. ഒരു ദിവസം വീട്ടിലിരുന്നാൽ തീരാത്തത്ര പണിയുണ്ടായിരുന്നു ഇവിടെ. ആ സാധനം കിട്ടിയോ? പിന്നെ രാമേണന്റെ കടയിൽ നിന്നാ കിട്ടിയത്. എലിവിഷം വാങ്ങിയെന്നെങ്ങാനും വില്ലേജ് ഓഫീസർ അറിഞ്ഞ എന്നെ കൊന്നു കളയും. അത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തെറ്റിച്ചാലോ? എലിശല്യം കാര്യമായിട്ടുണ്ടോ വക്കീലേ? ഓഹ്, എന്റെ ഉത്തമ ഒന്നും പറയാതിരിക്കുക നല്ലത്. തട്ടുംപുറത്ത് 4 എലിയെങ്കിലും കാണും. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കേൾക്കാം ബഹളം. ശബ്ദം കേട്ടു തുടങ്ങിയ ദിവസം മുതലേ ഞാൻ വില്ലേജ് ഓഫീസറോട് പറയുന്നതാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ. എവിടെ കേൾക്കാനാണ്? എലിവിഷം വാങ്ങില്ല എന്നുള്ള ഒറ്റ വാശിയിലല്ലേ സാറ്? സത്യം പറയാലോ വക്കീലേ, ഇപ്പോഴത്തെ കാലത്ത് ഈ എലിവിഷം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. എന്റെ വീട്ടിന്റെ പുറകുവശത്തെ പുരയിടത്ത് ശങ്കരൻകുട്ടി കുറെ കപ്പ നട്ടിരുന്നു. കപ്പ വളർന്നു തുടങ്ങിയതോടുകൂടി തുടങ്ങി എലിശല്യം. ഒടുവിൽ സഖികെട്ട് ശങ്കരൻകുട്ടി എലി വിഷം വെച്ചു. എലി വിഷം ചേർന്ന പഴമൊക്കെ എടുത്തോണ്ട് പോയി എന്നുള്ള സത്യമാണ്. പക്ഷെ ഒരൊറ്റ എണ്ണത്തിനെ ചത്ത് കണ്ടില്ല. ഇപ്പോഴത്തെ എലിയെ കൊല്ല ഈ വിഷത്തിന്റെ വീര്യം ഒന്ന് പോരുന്നേ. അത് മാത്രമല്ല, ശങ്കരൻകുട്ടി എലിക്ക് വെച്ചിരുന്ന വിഷം തിന്ന് തൊട്ടടുത്ത ജോണിയുടെ 2 കോഴി ചത്തതോടുകൂടി ശങ്കരൻകുട്ടിയുടെ ഭാര്യയും ജോണിയുടെ ഭാര്യയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ യുദ്ധം. അവസാനം നാട്ടുകാർ ഇടപെട്ടിട്ടാണ് പ്രശ്നം തീർത്തത്. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഉത്തമ. ഇന്നലെ മോഹനേട്ടൻ എഴുതി അലമാരി വെച്ചിരുന്ന ഒരു റിപ്പോർട്ട് നമ്മുടെ എലിമഹാൻ കരണ്ടു. അതിന്റെ വഴക്കം എനിക്ക് കിട്ടി. ഇനിയിപ്പോ നാളെ എന്റെ കോടതി കടലാസുകളിൽ ഏതെങ്കിലും ആയിരിക്കും ഈ എലി സാറ് കൊണ്ടുപോകുന്നത്.
അതിനു മുന്നേ എല്ലാത്തിനെയും തട്ടിക്കളഞ്ഞേ പറ്റൂ. പിന്നെ വക്കീലേ, ഇതിനെക്കാളുവേ മറ്റേ എലിക്കണിയായിരുന്നു കുറച്ചുകൂടെ നന്നായിരുന്നു. വിഷത്തെക്കാളും വിശ്വസിക്കുകയും ചെയ്യാം. തിന്നാൻ എന്തെങ്കിലും വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ എലി കെണിയിൽ കുടുങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ കെണിയിൽ കുടുങ്ങിയ എലിയെ കൊല്ലണ്ടേ? എനിക്കതൊക്കെ വലിയ പാടാ ഉത്തമ. വില്ലേജ് ഓഫീസർ ആണെങ്കിൽ ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ പാടില്ല എന്നുള്ള പക്ഷക്കാരനാണ്. ഒടുവിൽ കെണിയിൽ വീണ എലിയെ കൊല്ലാൻ ഞാൻ വേറെ ആരെങ്കിലും വിളിച്ചു വരുത്തേണ്ടി വരും. പിന്നെ ഈ ഫയല് കരട്ടപ്പോഴേ സാർ ഒന്നും പറഞ്ഞില്ലേ? എന്തു പറയാൻ, എലികളും ജീവികളാണ്. അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നായിരുന്നല്ലോ സാറിന്റെ പ്രഭാഷണം. സ്വന്തം റിപ്പോർട്ട് എലി കരണ്ടതോടെ വില്ലേജ് ഓഫീസറുടെ കാറ്റുപോയി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ കാര്യങ്ങൾക്കും പ്രകൃതിക്ക് പ്രകൃതിയുടേതായ രീതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ എലി വിഷം വാങ്ങാൻ പറ്റില്ലല്ലോ. എല്ലാ കാര്യങ്ങൾക്കും പ്രകൃതിക്ക് പ്രകൃതിയുടേതായ രീതിയുണ്ടെന്ന് പറയുന്നത് ചുമ്മാതല്ല. എന്താ ഇത്? എലിയെ മനുഷ്യൻ കൊല്ലുമ്പോഴേ അത് ഹിംസയാകും. പൂച്ചയ്ക്ക് എലിയെ പിടിക്കാം, അത് പ്രകൃതി നിയമമാണ്. പക്ഷെ സാറേ, ഈ ഉത്തമ അഭിപ്രായം ഒന്നും പറയണ്ട. ഈ എലി വിഷം വാങ്ങി സ്ഥലം വിടാൻ നോക്ക്. ഇമാതിരി വിഷവസ്തുക്കൾ ഇനി മേലിൽ മോഹനേഷിന് വീട്ടിൽ കൊണ്ടുവരരുത്. മനസ്സിലായോ? മനസ്സിലായി. കോടിക്ക. ഓ ശരി സാറേ. മോഹനേട്ട, ഇത് പൂച്ച. പ്രപഞ്ചമുണ്ടായ കാലം മുതലേ എലിയെ പിടിക്കുന്നത് പൂച്ചകളാണ്. ഇനി മുതൽ ഈ പൂച്ച ഈ വീട്ടിൽ നമ്മളോടൊപ്പം താമസിക്കും. ഒരിത്തിരി പാൽ, കുറച്ച് ചോറും കറിയും, അത് മതി. പക്ഷേ എലിയുടെ കാര്യം ഈ പൂച്ച നോക്കിക്കോളും. ഇത്രയ്ക്കൊക്കെ വേണോ എന്ന് പലർക്കും സംശയം തോന്നുന്നുണ്ടാവാം. പക്ഷേ മോഹനകൃഷ്ണന് അതിലൊന്നും തരുമ്പും സംശയമില്ല. പ്രകൃതിക്ക് പ്രകൃതിയുടേതായ വഴിയുണ്ട്. മോഹനകൃഷ്ണനെ കുറ്റം പറയാനാവില്ല. എന്തായാലും എലിയെ പിടിക്കാൻ പൂച്ചയെ വാങ്ങിയ നിലയ്ക്ക് ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്തായിരിക്കാമെന്നറിയാൻ കാര്യം നിസാരം തുടർന്ന് കാണുക.